അതോടൊപ്പം തന്നെ നമുക്കറിയാം മുളന്തുരുത്തി റെയിൽവേ പാലം അത് ഈ മന്ത്രി ഇടപെട്ട് തുറന്നു കൊടുത്തല്ലോ സാർ. പ്രിയപ്പെട്ട അനൂപ് ജേക്കബ് ഇരിപ്പുണ്ട്. അപ്പൊ എല്ലാ വിഷയങ്ങളും കൃത്യമായി ഇടപെടുന്ന മന്ത്രി. അപ്പൊ പൊതുമരാമത്ത് വകുപ്പില് നമുക്കറിയാം ടൂറിസം മേഖല ഉണ്ടായിരിക്കുന്ന വികസനം ഇപ്രാവശ്യം നമുക്കിവിടെ വന്നിരിക്കുന്ന ടൂറിസം മേഖലയിൽ വന്നിരിക്കുന്ന വികസനം എത്രയോ ആളുകളാണ് കേരളത്തിന്റെ ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ഒത്തിരിയധികം ആളുകൾ ഈ മേഖലയിൽ ഇവിടെ എത്തി നമ്മുടെ വിനോദസഞ്ചാരികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് സാർ. 2023 കേരളം സന്ദർശിച്ച ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം 2.25 കോടിയാണ്. ഭാവിയിൽ കേരളത്തിന് ഏറ്റവും അധികം വരുമാനം നേടിക്കൊടുക്കാൻ പോകുന്നത് ടൂറിസം മേഖലയാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് പ്രത്യേകമായി മുമ്പോട്ട് പോകാം സാർ. ഞാനിവിടെ സൂചിപ്പിക്കാനുള്ള നമ്മുടെ റവന്യൂ വകുപ്പിന്റെ കാര്യത്തെപ്പറ്റി പറയുമ്പോൾ ഇത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വകുപ്പ് വികസന നേട്ടങ്ങളുടെ കാര്യത്തിൽ റവന്യൂ വകുപ്പ് ഏറെ മുന്നിലാണ് സാർ. പട്ടയത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം എത്രയോ ലക്ഷം പട്ടയങ്ങൾ ഇവിടെ കൊടുത്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ലോ 91-96 KM മാണി സാറ്, എന്റെ നേതാവായിരുന്ന KM മാണി സാറ് കേരളത്തിന്റെ റവന്യൂ മന്ത്രി ആയിരുന്നപ്പോൾ പട്ടയം കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ആ പട്ടയം കൊടുക്കുന്ന കാര്യത്തെ എതിർത്തത് കേന്ദ്രമന്ത്രിമാരായ അന്നത്തെ 2 മന്ത്രിമാർ. നമുക്കറിയാം അവരുടെ കാര്യങ്ങളെ പറ്റി ഞാനിവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. അന്ന് പട്ടയം കൊടുക്കാൻ രംഗത്തിറങ്ങി പ്രവർത്തിച്ചാണ് സാർ. നമുക്കറിയാം 2025 നവംബർ മാസം 1 മുമ്പ് കേരളം വീണ്ടും ഒന്നാമത്തെയാണ് സാർ. എന്താണ് കാര്യം? കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. അത് ഈ ഗവൺമെന്റ് മാത്രം വിജയമല്ല, കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ വിജയമാണ്. ഇന്ന് 3 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നു എന്ന ലക്ഷ്യത്തോടെയാണ് പട്ടയ മിഷനും പട്ടയ അസംബ്ലിയും പട്ടയ ഡാഷ്ബോർഡും അദാലത്തുകളും ജനകീയമായുള്ള മുന്നേറ്റത്തിൽ കൂടി നമ്മുടെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ചെയ്യുന്നത്. നമുക്കറിയാം നിലവിൽ റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ദൗത്യമായിരുന്നു വനഭൂമിയിലെ പട്ടയ വിതരണം. ഇതുമായി ബന്ധപ്പെട്ട് 3 പതിനെട്ടായിട്ടുള്ള കേരളത്തിന്റെ ആവശ്യമാണ് സാർ പുതിയ സംയുക്ത പരിശോധനയിൽ കൂടി പരിഹരിക്കപ്പെടാൻ പോകുന്നത്. സാർ ഞാനിവിടെ ഓർക്കുന്നത് നമ്മുടെ റവന്യൂ അദാലത്തുകൾ അതോടൊപ്പം തന്നെ പട്ടയ അസംബ്ലികൾ ഓരോ നിയോജകമണ്ഡലത്തിലും MLA നേതൃത്വത്തിൽ പട്ടയ അസംബ്ലി ചേർന്നുകൊണ്ട് പട്ടയ ഡാഷ്ബോർഡിൽ കൂടി വന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് സാർ. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമുക്കറിയാം 2026 ജനുവരിയോടുകൂടി ലാൻഡ് ട്രൈബ്യൂണൽ കെട്ടിക്കിടക്കുന്ന മുഴുവൻ അവകാശങ്ങളും തീർക്കുമെന്ന് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഞാൻ എല്ലാ രീതിയിലും ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിക്കുകയാണ് സാർ. അടുത്ത ശ്രീ മാണി സി കാപ്പൻ, അങ്ങേക്ക് 4 മിനിറ്റ്. സർ, കേരളത്തിന്റെ ബഡ്ജറ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന നികുതി നയങ്ങൾക്കെതിരെ ശക്തമായ ആശങ്കകളാണ് ജനങ്ങൾക്കുള്ള ഇടയിലുള്ളത്. പ്രത്യേകിച്ച് ചരക്ക് സേവന നികുതി, വിൽപ്പന നികുതി, ഭൂനികുതി തുടങ്ങിയ കാര്യങ്ങളിൽ. സർ, 2025-26 കേരള ബഡ്ജറ്റിൽ ഭൂനികുതി 50% വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തെ ഞാൻ ശക്തമായി എതിർക്കുന്നു. ഈ നയം ഒരു സാമ്പത്തിക ബാധ്യത മാത്രമല്ല, സാധാരണ ഭൂവുടമകളുടെയും കർഷകരുടെയും ഇടത്തരക്കാരെയും ആനുപാതികമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. സർ, അതുകൊണ്ട് സർക്കാർ ഈ തീരുമാനം പുനഃപരിശോധിക്കാനും നമ്മുടെ കേരളത്തിലെ കഠിനാധ്വാനികളായ കർഷകർക്ക് അധികം സമ്മർദ്ദം ചെലുത്താതെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ബദൽ മാർഗങ്ങൾ ആരായാനും ഞാൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. സർ, എന്റെ നിയോജക മണ്ഡലമായ പാലായിൽ പിൽഗ്രിം ടൂറിസത്തിന് വലിയ സാധ്യതകളാണുള്ളത്. ഇതിൽ നാലമ്പലത്തിന്റെ പരിശുദ്ധി കൊണ്ടും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന രാമപുരം, കദളിക്കാട്ടച്ചന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന പാലാ മുനിസിപ്പാലിറ്റിയും ശബരിമല ഭക്തരുടെ ഇടത്താവളങ്ങളായ കടപ്പാട്ടൂർ മഹാദേവ ക്ഷേത്രം, ഇടപ്പാടി, ഇളംകുളം ക്ഷേത്രങ്ങൾ എന്നിവയും പ്രധാനപ്പെട്ടതാണ്. സർ, ഇന്ത്യയിലെ ആദ്യത്തെ പുണ്യവതിയായ അൽഫോൻസാമ്മയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഭരണിങ്ങാണം തുടങ്ങി എല്ലാം കൊണ്ടും പാലായെ ഒരു പിൽഗ്രിം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറ്റാൻ സാധിക്കും. സർ, മീനച്ചിലാറിന്റെ ഉത്ഭവസ്ഥലമായ ഇല്ലിക്കക്കല്ല്, മേലുകാവ് പഞ്ചായത്തിലെ ടൂറിസം സെന്ററായ ഇലവീഴ പൂഞ്ചിറ